കല്യാണത്തിന് പങ്കെടുത്തത് പള്ളക ഇന്ന് നമ്മളെ രണ്ട് സുഹൃത്തുക്കളെ കല്യാണത്തിന് പോയ വീഡിയോ ഉണ്ട്. വിളിക്കാതെ കല്യാണം കേട്ടോ, അടിപൊളിയായിട്ട് വിളിച്ച കല്യാണത്തിന് നമ്മൾ പോണത്. സമാധാനം പരിപാടി അറിയാം, എല്ലാരും കാട്ടട്ടെ. അപ്പൊ ഞാനും കേട്ടിട്ട് രണ്ടാള് സദ്യക്ക് വേണ്ടി കൊറേ നേരം ഇരിക്കൽ തുടങ്ങിയിട്ട് കൊറേ നേരം പ്ലേറ്റ് കേക്ക് ഇല മൂറി മൂറി പേരെ ഓട്ടാകാനായിരിക്കും ചെക്കൻ്റെ. ഇതാ ഒരാൾ ആകെ ടെൻഷൻ അടിച്ച് ആകെ കൈ കുത്തിയിരിക്കുന്നുണ്ട്. ഇതാ കുഞ്ഞാവത സദ്യൻ്റെ ഫോട്ടോ ഫോണിൽ നോക്കി സമാധാന പ്രിയനാവുണ്ട്. സബീർ ഏതോ ഒരു സ്വർഗ്ഗലോകത്താണ്. നിന്റെ കല്യാണം അല്ലേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഷബീർ സ്വപ്നം കാണാണ്. കുഞ്ഞുട്ടിനെ മൊത്തം സന്തോഷം. ഞാൻ ചിരിച്ച ഫുഡ് കിട്ടിയല്ലേ? ഫുഡ് കിട്ടി. അപ്പൊ എത്ര ക്ലാസ് കിട്ടാടാ മച്ചിക്കൊക്കെ പറയും. ഇപ്പൊ കഴിച്ചില്ല. വേറെ കല്യാണം ഉണ്ടോ എന്തെങ്കിലും? വേറെ എവിടെയും കല്യാണം ഉണ്ടോ എനിക്ക്? സ്നേഹർഷിന്റെ കല്യാണത്തിന് പങ്കെടുത്തത് പള്ളക സ്നേഹർഷിന്റെ കല്യാണത്തിന് പങ്കെടുത്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കല്യാണമായിരുന്നു. ഉഷാറായിട്ട് സദ്യ പയം മാത്രം കിട്ടിയില്ല. ആ പായസം പപ്പടം കൂടുതൽ പയം സ്നേഹർഷിന്റെ ഒരു മാർക്ക് സദ്യക്ക് 10ല് 8 മാർക്ക്, 2 മാർക്ക് പഴത്തിന് പോയി. ഒരു ഫ്രൂട്ട്സിന്റെ മുതലാളിയാണ്. പഴത്തിന് വേണ്ടി മാർക്ക് കുറച്ച് അവന്റെ ഫ്രൂട്ട്സിൽ പായല്ലേ. എന്താണ് അഭിപ്രായം? സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സ്നേഹർഷിന്റെ കല്യാണത്തിന് എത്തിച്ചേർന്ന പ്രിയ കുഞ്ഞുട്ടി അവർകൾ, വേദിയിലുള്ള പ്രവാസ അവർകൾ, അംഗന്മാരെ കുഞ്ഞാവ് കൊണ്ടാൻ വരും. റെക്കോർഡ് ചെയ്ത തെളിവാണ് കേട്ടോ. ഇത് പറഞ്ഞില്ലേ കുഞ്ഞാവ് വരും കൊണ്ടാൻ വരും തന്നെ. പാട്ടിട്ട് പറഞ്ഞപ്പോ കുഞ്ഞാവ് വരും തന്നെ. കാറിൽ വരുന്നു പറഞ്ഞു. കാറിലാണ് ഇതിനെ കുറിച്ചുള്ള ശക്തമായ ആരോപണങ്ങൾ എന്നിട്ട് പോന്നപ്പോ എന്താ പറഞ്ഞറിയോ? നിങ്ങൾ രണ്ടാളെ ഞങ്ങൾ ഇറക്കി വിടുകയാണ്. അറിഞ്ഞല്ലേ? പറഞ്ഞില്ലേ? ഓൻ പറഞ്ഞു. പാടത്തില്ലേ ഇപ്പോൾ കഴിഞ്ഞ കല്യാണം എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. ഇനി പോകാൻ പോകുന്നത് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കല്യാണത്തിന് കേട്ടോ.
സദ്യ ഒന്നുമില്ല. ചന്ദ്ര ആരും സദ്യയാണ്, ഞാൻ ക്ഷമിച്ചു പോകും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചര മുമ്പ് പറയാം ഉച്ചക്കരുത് ഉരുന്നോ 4 ഉണ്ണിന്ന് വരാല്ലേ? അപ്പൊ അതേ പാളി ഇതത്തെ നമ്മൾ ഇനി ഓർത്താൻ പറയുന്നത് എന്താ അടിച്ച് ഇതിലെന്തെങ്കിലും ആഡ് ചെയ്തിക്കണോ? ഇനിയിപ്പോ ഇതിന് കുറ്റം പറഞ്ഞ 1 2 3 4 ഇത് വന്നപ്പോ തന്നെ കിളി പറയണ്ടോ? ഇതിന്റെ കുഴപ്പമൊന്നുമല്ല. 4 അറിയുന്ന ഒരാളെ ബ്രോക്കർ സുബി അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? വരാം. പഞ്ചായത്തും പടിയിലുള്ള സ്ഥലം പഞ്ചായത്തും പടി എന്താണ്ട് പറയാം പഞ്ചായത്ത് മതിയോ? പഞ്ചായത്ത് സുബി. കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒറ്റക്കും വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്ത് കണ്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. ഇത് എവിടെ സ്ഥലം എന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മളെ പാണ്ടിക്കാട് എത്തിക്കാം. പാണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ കൊണ്ടോർമ്മ വരിക. പാണ്ടിക്കാട് കുഞ്ഞാനെ കേട്ടോ ഓർമ്മ. ഇപ്പൊ കുഞ്ഞാനാണ് ഇവിടെ ഫേമസ്. നമ്മൾ എവിടെ പോയാലും എവിടെ കൂടി വെച്ചാൽ പാണ്ടിക്കാട് പറഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നാട്ടിലില്ല. പാണ്ടിക്കാട് നിന്ന് അറിയപ്പെടുന്ന അച്ഛന്മാരപ്പോൾ കുഞ്ഞാൻ്റെ പേരാണ്. ഇപ്പോൾ കുറേ പേരെ നെഗറ്റീവൊക്കെ പറഞ്ഞാലും ഈ നെഗറ്റീവ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരോട് ഇതാ ചോദിച്ചാൽ കുഞ്ഞാൻ്റെ നാട്ടിലല്ലേ ചോദിച്ചാൽ നമുക്ക് സംഭവം അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചരിത്രം അറിയില്ല. ഇങ്ങനെയാണ് പാണ്ടിക്കാടിന് പഴയ കാലത്ത് ചരിത്രം അറിയില്ല എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരും. ബ്ലോഗർമാർ പിന്നാലെ അല്ലെങ്കിൽ കുഞ്ഞാൻ്റെ പിന്നാലെ എന്നൊക്കെ പറയുന്നത്. ഈ പറയപ്പെടുന്ന പറയുന്ന ആൾക്കാരെ തരികയൊന്നും ഒരു എന്താ പറയുക വാര്യകുന്നൻ്റെ ചരിത്രത്തിൻ്റെ ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചരിത്രകാരന്മാരുടെ ബുക്കോ പാണ്ടിക്കാടിൻ്റെ ചരിത്രത്തിൻ്റെ ബുക്കോ ഒന്നും ഉണ്ടാവില്ല. കുട്ടികൾ ചെറുപ്പത്തിൽ മൊബൈൽ ഫോണിൻ്റെ യുഗത്തിലല്ലേ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക ചെറിയ വ്ളോഗ് കാണും, വീഡിയോസ് കാണും. ഇവർക്കിത് അറിയില്ല ഈ ചരിത്രം. അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ പെരക്കാർക്കും അറിയില്ല ചരിത്രം.